ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞാനും മോളുടെയും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകട്ടെ. അവൾക്ക് ഭയങ്കര ചുമ 2-3 ദിവസമായിട്ട്. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ആട്ടെ ഇപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ഞങ്ങൾ പുളിങ്ങോത്താണ് പോയത്. അധികം അവിടെ തന്നെയാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ. പിന്നെ മോനൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരുമ്പോൾ മാത്രം ചെറുപുഴ ഒന്ന് പോകും. അല്ലാത്തതിനൊക്കെ നമ്മൾ പുളിങ്ങോത്ത് തന്നെയാണ് പോകണം കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ ശനിയാഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇന്നും ആ തിരക്കൊക്കെ ഇന്ന് കുറവാണ്. എന്നാലും 98ആയിരുന്നു ടോക്കൺ നമ്പർ. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിരുന്നപ്പോൾ. പിന്നെ വരുന്നത് വരെ അവിടെ ഇവിടെയൊക്കെ നടന്നു. പിന്നെ അവൾ പറഞ്ഞു, അതാ നമുക്ക് അവിടെ എന്താ പറയണ്ടേ, എന്നാൽ ഈ സാധനമില്ലേ, എന്നാൽ തൊട്ടിലും ഊഞ്ഞാലും മറ്റേ എന്താ പറയുക സീസോയും മറ്റേതും തുള്ളുന്നതും എന്തൊക്കെയുണ്ട്. അവൾ പറഞ്ഞു ആ ഊഞ്ഞാലാടാന്ന് പറഞ്ഞു. അത് ഞാനാടാം, നീ വീഡിയോ എടുക്ക്. അങ്ങനെ ഗൈസ് ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെറുപ്പത്തിൽ ആടണ്ടായിരുന്നു, അന്നേരം പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോഴാണ് ഓട്ടോറിക്ഷക്കാരൻ മനോജേട്ടൻ പറഞ്ഞത്, നമ്മുടെ വണ്ടിയിലൂടെ വരുമ്പോൾ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല, നീ ഒന്ന് വീഡിയോ പിടിക്കുമ്പോളേ ഇതാണ് അവസ്ഥ. ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴിക്കൊന്ന് വരിക, പെട്ടെന്ന് തന്നെ പ്രസവിക്കുന്നതായിരിക്കും. അമ്മാതിരി ഗർത്തമാണ് വണ്ടിയൊക്കെ. ഇങ്ങനെ ടയറൊന്നും നിലത്ത് തൊടുന്നില്ല, റോഡിൽ പറക്കുകയാണ്. ഒരേ ചിരിയും അതിലേറെ സങ്കടവും. എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. ഇതുപോലൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെയുള്ള റോഡുകൾ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഇന്നത്തെ നമ്മുടെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പറന്ന് വീട്ടിലെത്തി ഗൈസ്.